ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ സെയിൽ വീഡിയോ ആണിത്. ഇതിലെ പ്ലാന്റ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയയ്ക്കുക. നമ്മൾ DTDC വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരിക. അതുപോലെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ നോക്കിയിട്ട് എല്ലാവരും ഓർഡർ ചെയ്യുക. അതുപോലെ നമുക്ക് എല്ലാ പ്ലാന്റ്സും വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് സെയിലിനുള്ള ഫസ്റ്റ് പ്ലാന്റ് ഓർക്കിഡ് റോസ് പ്ലാന്റ് തന്നെയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഓർക്കിഡ് റോസ് നമുക്ക് സെയിലിനായിട്ട് വരുന്നത്. ഒരുപാട് പേര് വാട്സപ്പിൽ ചോദിച്ചിരുന്നു പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ടോയെന്ന്. അപ്പോൾ നമുക്കിപ്പോൾ വളരെ കുറച്ച് പ്ലാന്റ് സ്റ്റോക്ക് എത്തിയിട്ടുള്ള ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഒരു തരി പോലും മുള്ളില്ലാത്ത റോസാണ് ഓർക്കിഡ് റോസ്. ഇതുപോലെ കുലകളായിട്ടാണ് പൂക്കൾ വിരിയുക. നല്ല ഭംഗിയായിട്ട് ഇതുപോലെ പൂക്കളായിട്ട് നിൽക്കും. അപ്പോൾ ഈ പ്ലാന്റ് ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റിന് 150 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് സ്വീറ്റ് പൊട്ടറ്റോ വൈനിൻ്റെ 3 കളേഴ്സാണ്. ആദ്യത്തേത് ഈ ട്രൈ കളറാണ്. അതായത് പിങ്കും വൈറ്റും ഒരു ഗ്രീൻ കളറും എല്ലാം കൂടെ ചേർന്നാണ് ഇതിൽ വരുന്നത്. നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് പ്ലാന്റ് ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ലൊരു പിങ്ക് കളറിലേക്ക് മാറും. ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ആയിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരിക. അടുത്ത കളർ ഈ ഒരു പർപ്പിൾ കളറാണ്. നല്ലൊരു ഹാർട്ട് ഷേപ്പിലാണ് അതിൻ്റെ ലീഫ് വരുന്നത്. നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. അതുപോലെ ഗ്രൗണ്ട് കവറായിട്ടും ഒക്കെ വെക്കാൻ പറ്റും സ്വീറ്റ് പൊട്ടറ്റോ വൈൻ്റെ ഈ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ. അടുത്തതായിട്ട് മൂന്നാമത്തെ കളറ് ഈ കാണുന്ന ഗ്രീൻ കളറാണ്. ഇത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ സെയിലിന് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ലീഫിനൊരു പ്രത്യേക ഷേപ്പിലാണ് വരിക. അപ്പോൾ ഈ 3 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 15 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് ഗാൽപീമിയ പ്ലാന്റ് ആണ്. നല്ല കുഞ്ഞു കുഞ്ഞു മഞ്ഞ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഗാൽപീമിയ. നമുക്ക് പോട്ടിലൊക്കെ വളർത്താനും പറ്റും. വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ നിറയെ പൂക്കളുണ്ടാവും. ഒരുപാട് നാളുകൾക്ക് മുമ്പ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഗാൽപീമിയ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് കോസ്റ്റസ് പ്ലാന്റ് ആണ്. സ്പൈറൽ കോസ്റ്റസ് എന്നും പറയും. ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരിക. നമ്മൾ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കോസ്റ്റസ്. അപ്പോൾ ഈ ഒരു സൈസാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള കോസ്റ്റസ് പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് സെയിലിനുള്ളത് നീലക്കൊടുവേലിയാണ്. ബ്ലൂ പ്ലംബാഗോ. ഇതാണ് പൂക്കളുടെ നിറം വരുന്നത്. ഒരു എന്താ പറയുക, ലൈറ്റ് ബ്ലൂ കളറാണ് പൂക്കൾ വരിക. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. അതുപോലെ ചെടി നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ് പ്ലംബാഗോയൊക്കെ ഇപ്പോൾ. ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് ഒരു അരേലിയ പ്ലാന്റ് ആണ്. കുറച്ച് കേളിയായിട്ട് ലീഫ് വരുന്നത്. നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് ലീഫിന് വരിക. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 45 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് വരുന്നത് പൈപ്പർ ഓർണാറ്റം പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് സെയിലിനുള്ളത് ഹൈഡ്രേഞ്ചിയ പ്ലാന്റ് ആണ്. ഹൈഡ്രേഞ്ചിയ പ്ലാന്റ് നമുക്കറിയാം, പ്ലാന്റിൻ്റെ സൈസ് വലുതാവും തോറും പൂക്കളുടെ വലുപ്പവും കൂടും. നല്ല വലിയ കൊലകളായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണിത്. അതുപോലെ തന്നെ ഒരുപാട് നാൾ ഇതിൻ്റെ പൂക്കൾ നിൽക്കും. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ്. അടുത്തത് സെയിലിനുള്ളത് മെഡിനില്ല പ്ലാന്റ് ആണ്. മെഡിനില്ലയുടെ പൂക്കളാണിത്. നല്ല ഭംഗിയാണ്. ഇതുപോലെ കൊലയായിട്ട് പൂക്കളുണ്ടായി നിൽക്കുക. ഇത് പൂക്കൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് നല്ലൊരു പിങ്ക് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരിക. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള മെഡിനില്ല പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് മുന്തിരിപ്പേരയാണ്. ഇതാണ് അതിലെ കായ്കൾ വരിക. ചെറിയ ചെറിയ കായ്കളായിട്ട് ഇതുപോലെ കൊലയായിട്ട് പേരയ്ക്ക ഉണ്ടാവും. നമുക്കൊരു ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ടോ അതുപോലെ തന്നെ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടും വേണമെങ്കിൽ നട്ടു കൊടുക്കാം. നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് സെയിലിനുള്ളത് മെലസ്റ്റോമ പ്ലാന്റ് ആണ്. മെലസ്റ്റോമയുടെ പ്ലാന്റ്സ് സെയിലിന് വന്നിട്ടുണ്ടോ എന്ന് കുറേ പേര് വാട്സപ്പിൽ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് സൈസ് വരിക.
നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പൂക്കളും അതുപോലെ മുട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 കളറും നമുക്ക് സെയിലിനുണ്ട്. ആദ്യത്തേത് ഡാർക്ക് വയലറ്റ് വരുന്നത്, രണ്ടാമത്തേത് ഈ ഒരു പിങ്ക് കളർ വരുന്നതും. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 40 രൂപയാണ്. അടുത്തത് സെയിലിനുള്ളത് ഈ ഒരു ബാംബു വെറൈറ്റിയാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ലോറോപെറ്റലം പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഇലകളും അതുപോലെ ഭംഗിയുള്ള പൂക്കളുമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് ഇതിലെ പൂക്കൾ. നല്ല ഡാർക്ക് മജന്ത കളറാണ് പൂക്കൾക്ക് വരിക. നല്ല സൺലൈറ്റ് വേണ്ട പ്ലാന്റ് ആണ്. അതുപോലെ നല്ലതുപോലെ വെള്ളവും വേണം. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപ. അടുത്തതായിട്ട് സെയിലിനുള്ളത് ശംഖുപുഷ്പത്തിൻ്റെ പ്ലാന്റ്സ് ആണ്. ഡബിൾ പെറ്റൽ ശംഖുപുഷ്പമാണ്. ഇതിൻ്റെ പൂക്കളുടെ ആ ഒരു നിറം തന്നെയാണ് ഏറ്റവും ഭംഗി. നല്ല ഡാർക്ക് ബ്ലൂ കളറാണ്. ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഹെൽത്ത് ഡ്രിങ്കുകളൊക്കെ ഉണ്ടാക്കി കാണാറുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ചെറിയ പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 25 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് മരമുല്ലയാണ്. മിനിയേച്ചർ മരമുല്ലയാണിത്. കുഞ്ഞു പൂക്കളാണ് ഇതിലുണ്ടാവുക. നമുക്ക് ചെറിയ പോട്ടിലൊക്കെ വളർത്താം. അതുപോലെ ഇൻഡോറായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് മരമുല്ല. ഇതിൻ്റെ ലീഫ് കണ്ടോ, ഇതാണ് നല്ല ഭംഗിയാണ് ലീഫ് കാണാനും. ചെറിയ വട്ടത്തിൽ കുഞ്ഞു ലീഫുകളായിട്ട് ഇതുപോലെ നിൽക്കും. നമുക്ക് വെട്ടി ഒതുക്കി വളർത്താനും പറ്റും പൂക്കൾ വേണ്ട എന്നുള്ളവർക്ക്. അപ്പോൾ ഈ പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് ക്യാറ്റ്സ് ഐ ഫ്രൂട്ട് അഥവാ പൂച്ചപ്പഴം. ഈ ഒരു പ്ലാന്റ് നമ്മൾ ഒരുപാട് മുമ്പ് സെയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പൂക്കളും അതുപോലെ ഇതിൽ കായകളും ഒക്കെ ഉണ്ട്. ഇതാണ് കായകൾ വരെ. കുഞ്ഞു ഫ്രൂട്ടാണ്, പക്ഷെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ വളരെ കുഞ്ഞൊരു പഴമാണ് ക്യാറ്റ്സ് ഐ ഫ്രൂട്ട്. അതായത് നമ്മൾ സാധാരണ കാണുന്ന പഴങ്ങളെ കഴിഞ്ഞൊക്കെ വളരെ ചെറുതാണ്. പക്ഷേ ആ ഒരു പഴം മതി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് ഒക്കെ കിട്ടാനായിട്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ പൂക്കൾ നിറയെ ഉണ്ടായി കായ്ക്കുന്ന ഒരു പ്ലാന്റാണ് ക്യാറ്റ്സ് ഐ ഫ്രൂട്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഒരു പെപ്പറോമിയ വെറൈറ്റിയാണ്. നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന ഗ്രീൻ കളറിൽ ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 15 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്തതായിട്ട് സെയിലിനുള്ളത് ആലപ്പുഴ മുല്ലയാണ്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ പൂക്കൾക്ക് നല്ല സ്മെല്ലും ഉണ്ടാവും. ഒരുപാട് പേര് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് സ്റ്റോക്ക് ആയിട്ടുണ്ടോ. നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് ഈ പ്ലാന്റ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ സ്റ്റോക്കുള്ളൂ, എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റ്സ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ലോലിപോപ്പ് പ്ലാന്റ് ആണ്. ലോലിപോപ്പിൻ്റെ പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതാണ്. നല്ലൊരു മെറൂൺ കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരിക. നമ്മുടെ മെഴുകുതിരി ചെടി എന്ന് പറയുന്ന ആ ഒരു പൂക്കൾ തന്നെ നല്ലൊരു മെറൂൺ കളറിലാണ് പൂക്കൾ വിരിയുക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് ഒരു ഹാങ്ങിങ് ബിഗോണിയാണ്. നല്ലൊരു സിൽവർ കളറിലാണ് ഇതിൻ്റെ ലീഫ് വരിക. നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 20 രൂപ. അടുത്തതായിട്ട് സെയിലിനുള്ളത് യെല്ലോ കളർ ഫ്ലവർ വിരിയുന്ന എപ്പീസിയ പ്ലാന്റ് ആണ്. എപ്പീസിയയുടെ ഈ ഒരു വെറൈറ്റി അല്ലാതെ നമുക്ക് 2-3 ടൈപ്പ് കൂടി സെയിലിനുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. അധികം സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഇതാണ് യെല്ലോ എപ്പീസിയയുടെ പ്ലാന്റ് സൈസ് വരിക. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ഇത്രയും പ്ലാന്റ്സൊക്കെയാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, പ്ലാന്റ്സ് വളരെ കുറച്ച് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക. അതുപോലെ നമ്മളിവിടെ നിന്ന് തൽക്കാലത്തേക്ക് മാറി മറ്റൊരിടത്തേക്ക് നഴ്സറിയും കാര്യങ്ങളും എല്ലാം മാറ്റുകയാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്യാൻ താമസിക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഞാൻ റിപ്ലൈ ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. മനഃപൂർവ്വം അല്ല, ഈ ഒരു തിരക്ക് കൊണ്ടൊക്കെയാണ്. അപ്പോൾ താമസിക്കുന്നതിൽ ആർക്കും പരിഭവം തോന്നരുത്.
അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ. ഇനിയും മുന്നോട്ട് ഒരുപാട് നല്ല നല്ല പ്ലാന്റ്സ് സെയിലിനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും മുടങ്ങാതെ കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.